എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിത കാരകത്തിലെ 4-ാമത്തെ കഥയാണ്. ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷപ്രകാരം സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞ കഥയാണിത്. ഒരു നഗരത്തിൽ 4 ബ്രാഹ്മണകുമാരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ 3 പേർ സകല ശാസ്ത്രങ്ങളും പഠിച്ച് അറിവ് നേടിയവരാണെങ്കിലും വിവേകശൂന്യരായിരുന്നു. 4-മനാകട്ടെ ശാസ്ത്രം പഠിച്ചില്ലെങ്കിലും ബുദ്ധിശാലിയായിരുന്നു. ഒരിക്കൽ ഇവർ പരസ്പരം പറഞ്ഞു, വെറുതെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ടെന്ത് കാര്യം? നമുക്ക് അയൽ നാടുകളിൽ പോയി രാജാക്കന്മാരെ പ്രീതിപ്പെടുത്തി പണം സമ്പാദിക്കാം. അവർ 4 പേരും വൈകാതെ യാത്ര പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മൂത്തവൻ പറഞ്ഞു, നമ്മൾ 3 പേരും അഭ്യസ്തവിദ്യരാണെങ്കിലും ഇളയ അനുജൻ ഒന്നും പഠിച്ചിട്ടില്ല. വിദ്യയില്ലാതെ വെറും ബുദ്ധി കൊണ്ട് മാത്രം രാജസമ്മാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇവൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ. 2-മനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. എന്നാൽ 3-മൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒരേ അച്ഛനമ്മമാരുടെ മക്കളും ഒപ്പം കളിച്ചു വളർന്നവരുമല്ലേ. ഇവനാണെങ്കിൽ വളരെ നല്ലവനും. നമ്മൾ സമ്പാദിക്കുന്ന പണം ഒപ്പം പങ്കിടാം. ഉദാരചിത്തർക്ക് ലോകം തന്നെയാണ് തറവാട്. അതിനാൽ ഇവനും നമ്മോടൊപ്പം പോരട്ടെ. മറ്റു 2 പേരും അനിഷ്ടത്തോടു കൂടിയാണെങ്കിലും അതു സമ്മതിച്ച് യാത്ര തുടർന്നു. പോകും വഴി കാട്ടിൽ ഒരു സിംഹത്തിൻ്റെ പഴകി ദ്രവിച്ച എല്ലുകൾ കിടക്കുന്നത് കണ്ടു. അപ്പോൾ മൂത്ത ബ്രാഹ്മണകുമാരൻ പറഞ്ഞു, പഠിച്ച വിദ്യ പ്രയോഗിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. ഇവിടെ ഒരു മൃഗം ചത്തുകിടക്കുന്നു. വിദ്യാബലം കൊണ്ട് നമുക്കിതിന് ജീവൻ കൊടുക്കാം. അയാൾ ഉത്സാഹപൂർവം അസ്ഥിപഞ്ജരം ശരിയാക്കി വെച്ചു. 2-മൻ തൻ്റെ വിദ്യ ഉപയോഗിച്ച് തോലും മാംസവും രക്തവും ചേർത്തു. 3-മൻ അതിന് ജീവൻ കൊടുക്കാൻ ഭാവിച്ചപ്പോൾ 4-മനായ സുബുദ്ധി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ. ഇതൊരു സിംഹമാണെന്നറിയാമല്ലോ. ഇതിന് ജീവൻ കൊടുത്താൽ ഇത് നമ്മളെ തിന്നുകളയും. ഇത് കേട്ട ഉടനെ ജ്യേഷ്ഠന്മാർ 3 പേരും കോപിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, വിഡ്ഢിയായ അനുജ, കഷ്ടപ്പെട്ടു പഠിച്ച വിദ്യ വെറുതെ കളയാൻ ഞങ്ങൾക്ക് ഭാവമില്ല. അപ്പോൾ സുബുദ്ധി പറഞ്ഞു, എന്നാൽ ഒരു നിമിഷം നിൽക്കൂ. ഞാൻ വല്ല മരത്തിന്മേലും കയറിയിരിക്കട്ടെ. ജ്യേഷ്ഠന്മാർ പരിഹസിച്ചുകൊണ്ട് സിംഹത്തിന് ജീവൻ കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആ സമയം കൊണ്ട് സുബുദ്ധി ഒരു മരത്തിൻ്റെ മേൽ കയറിപ്പറ്റി. ജീവൻ ലഭിച്ച ഉടൻ തന്നെ സിംഹം അടുത്തു നിന്നിരുന്ന 3 പേരെയും കൊന്നുകളഞ്ഞു. സിംഹം അവിടെ നിന്ന് പോയപ്പോൾ സുബുദ്ധി മരത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്കും പോയി. കഥ അവസാനിപ്പിച്ച സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞു, വിദ്യയല്ല വേണ്ടത്, ബുദ്ധിയാണ്. മാത്രമല്ല, ഒരാൾ സർവശാസ്ത്ര പണ്ഡിതനാണെങ്കിലും നാട്ടുനട പറഞ്ഞുകൂടെങ്കിൽ മൂഢപണ്ഡിതരെ പോലെ പരിഹാസ്യനായി തീരും. ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷയനുസരിച്ച് സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞ മൂഢന്മാരായ പണ്ഡിതരുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. അപരീക്ഷിത കാരകത്തിലെ 4-ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.